കോൺഗ്രസ് വിടുന്നത് അവഗണന മൂലമെന്ന പത്മജ വേണുഗോപാൽ ജനൻ ടിവിയോട്. തന്നെ മാത്രമല്ല അച്ഛനെയും കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിൽ പരാതി പറയാൻ പോലും നേതൃത്വമില്ലാത്ത അവസ്ഥയാണ്. ബി.ജെ.പിയെ തിരഞ്ഞെടുക്കാൻ കാരണം കരുത്തുറ്റ നേതൃത്വമാണ്. പാർട്ടിയെ പലകുറി ചതിച്ചതാരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും പത്മജ ജനൻ ടിവിയോട് പറഞ്ഞു. കെ മുരളീധരനുള്ള മറുപടിയാണ് പത്മജയുടെ ആ പ്രതികരണം. ആദ്യം പത്മജയുടെ ആ പ്രതികരണം കേൾക്കാം. വിവരങ്ങളുമായി അതിനുശേഷം നന്ദഗോപനും ചേരുന്നുണ്ട്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് എന്നെ ഇലക്ഷന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. ആദ്യത്തേൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ ആരൊക്കെ തോപ്പിച്ചു, രണ്ടാമത്തേൽ എനിക്ക് ഉറപ്പായി ആരൊക്കെ എന്നെ തോപ്പിച്ചെന്നുള്ളത്. അപ്പൊ അതോടുകൂടി ഞാൻ ഈ പാർട്ടിയോട് യാത്ര പറയാൻ റെഡി ആയതാണ്. ഞാൻ പലപ്പോഴും DC അവരോടൊക്കെ പറഞ്ഞാണ്, KPC പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അച്ഛന്റെ മന്ദിരം പണിയാം, ഞങ്ങൾ 1 കൊല്ലത്തിൽ പണിത് തരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും നാണക്കേട് സഹിച്ച് ഇതിൽ ഞാൻ നിന്നു. എന്നിട്ട് അന്ന് KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാനൊരു നേതാവിന്റെ അനുയായിന് എന്തോ കുറ്റം പറഞ്ഞു കേട്ട് എന്നെ നേരെ അടിച്ച് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു ഇവര്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ 3 കൊല്ലമൊക്കെ സഹിച്ച് അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ള ആഗ്രഹത്തിൽ നിന്നത്. പക്ഷെ എനിക്ക് എവിടുന്നും അവഗണനയാ കിട്ടിയ കാര്യത്തില്, എല്ലാ സ്ഥലത്തും. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനിയിപ്പോ വേറെ പാർട്ടി പോണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. സത്യം പറഞ്ഞ രാജിവെക്കണം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയണ്ടേ, ഏത് പാർട്ടിക്കും ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. കോൺഗ്രസിൽ ഇപ്പം ആരോട് പരാതി പറയാനും കൂടി ഇതില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പൊ ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ BJP-നെ ആലോചിച്ചത് പോലും അക്കാര്യത്തില്. അച്ഛൻ മരിച്ചതും മനസ്സിന് വിഷമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് കാണിക്കുന്നതും അച്ഛനെ ഇതാവുന്നതാണ്. അപ്പൊ എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞ ഈ പാർട്ടി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു ഞാൻ. അത്രയേ ഉള്ളൂ. മുരളിയേട്ടൻ പറയരുത് ചതിച്ചു എന്നുള്ളത്, ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാം. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഈ പാർട്ടീനെയോ ഈ കാലം വരെ ഞാൻ ചെയ്യാത്ത ആളാ. പല പ്രാവശ്യം കോൺഗ്രസിനെ ചതിച്ചു പോയത് ഞാനാണോ മുരളിയേട്ടനാണോ ജനങ്ങൾക്കറിയാലോ. നന്ദഗോപൻ ഇന്നലെ വരെ അഭ്യൂഹമായിരുന്നെങ്കിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. താൻ BJP-യിലേക്ക്. അതിൻ്റെ കാരണവും കൃത്യമായി അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. തന്നെയും അച്ഛനെയും നേതൃത്വം പലകുറി അപമാനിച്ചു. പരാതി പറയാൻ പോലും കോൺഗ്രസിന് നേതൃത്വമില്ല. BJP-ക്കുള്ളത് ഉറച്ച നേതൃത്വമാണ്. പലതവണ തന്നെ കാലുവാരി തരം താഴ്ത്തി കിട്ടാവുന്ന എല്ലാ അവഗണനയും പാർട്ടിയിൽ നിന്ന് അനുഭവിച്ചു. അതാണ് ഇത്തരമൊരു ഉറച്ച തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചത് എന്ന പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണമാണ് ജനൻ ടിവിയിലൂടെ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. നന്ദഗോപൻ, കൂടുതൽ വിവരങ്ങൾ. ഉമേഷ്, ഇതില് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പത്മജയിലൂടെ കേരളത്തിലൊരു രാഷ്ട്രീയ പരിണാമത്തിന് വഴിതെളിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുള്ളത്, കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഒരു അന്തഃഛിദ്രം അത് തുറന്നു കാട്ടുകയാണ് പത്മജ വേണുഗോപാൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം അവരുടെ BJP പ്രവേശനം അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. അവർ BJP-യിലേക്കാണോ അല്ലെങ്കിൽ എന്താണ് അവരുടെ അടുത്ത നടപടി എന്നുള്ളത് വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഏതായാലും അവർ നിലപാട് ഇപ്പോൾ ജനൻ ടിവിയിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ടത് അവഗണനയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പൂർണ്ണമായും അവഗണിച്ചിരുന്നു. KPCC-യുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തന്നെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീവിലേക്ക്, അതും ഒരു നേതാവിനെ സംബന്ധിച്ചിട്ടുള്ള പരാതി പറഞ്ഞതിൽ മാത്രമാണ് തന്നെ എക്സിക്യൂട്ടീവിലേക്ക് തരം താഴ്ത്തിയത് എന്നുള്ള കാര്യം പത്മജ വ്യക്തമാക്കി. ഒപ്പം തന്നെ 2 തവണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി. ആ 2 തവണയും തന്നെ തോൽപ്പിച്ചത് ഇതേ കോൺഗ്രസ് തന്നെയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത്. പത്മജയുടെ നിലപാടുകൾ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ചട്ടുളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെല്ലാം ഉപരി ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തി, ഒപ്പം UDF-ന്റെ തലതൊട്ടപ്പനായ K കരുണാകരനെ പോലും വഞ്ചിച്ചു എന്നുള്ള നിലപാടാണ് പത്മജ വ്യക്തമാക്കിയിരിക്കുന്നത്. K കരുണാകരന് അർഹമായ പരിഗണന ലഭിച്ചില്ല. അച്ഛന്റെ മരണശേഷം പല വാഗ്ദാനങ്ങൾ നൽകി അച്ഛന്റെ പേരിൽ
കരുണാകരന്റെ പേരിൽ ഒരു പ്രത്യേക മന്ദിരം നിർമ്മിക്കാമെന്ന വാഗ്ദാനം നൽകി. അങ്ങനെയാണ് പിന്നെയും മനസ്സ് മടുത്തിട്ടും പിന്നെയും ഈ പാർട്ടിയിൽ പിടിച്ചു നിന്നത് എന്നുള്ള കാര്യമാണ് പത്മജ വ്യക്തമാക്കുന്നത്. ഒപ്പം നേരത്തെ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും പത്മജയ്ക്കെതിരെ ഒരു പ്രതികരണമുണ്ടായി. കോൺഗ്രസിനെ ചതിച്ചു എന്നുള്ള പ്രതികരണമായിരുന്നു രാവിലെ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് പത്മജ. അതായത് ഈ പാർട്ടിയെ ചതിച്ചത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2005 ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നത് കെ കരുണാകരനും അന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നത് കെ മുരളീധരനുമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസിനെതിരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. അങ്ങനെ DAC രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ ചതിച്ചത് ആരാണ് എന്നുള്ള കാര്യം അത് വ്യക്തമാണ്, ജനങ്ങൾക്ക് അറിയാമെന്നാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയത്. നിലവിൽ BJP പ്രവേശനം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ BJPയിലേക്കുള്ള പത്മജയുടെ വരവുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നും നേരിട്ട് അവർ അംഗത്വം സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇതിനോടകം തന്നെ BJP നേതൃത്വവുമായി പലകുറി ചർച്ച നടത്തി. BJPയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളതും അവർ വ്യക്തമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ല നേതൃത്വം എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്ക് ഒരു ശക്തമായ നേതൃത്വമുണ്ട്, അടിയുറച്ച ഒരു നിലപാടുണ്ട്. ഇതെല്ലാം തന്നെയാണ് തന്നെ BJPയിലേക്ക് ആകർഷിച്ചത് എന്നും പത്മജ വ്യക്തമാക്കുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്നും രാജിവെക്കണമെന്ന് മാത്രമായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ BJPയിലേക്ക് പോകണമെന്നുള്ള ഒരു നിലപാട് ഉണ്ടായതിന് പിന്നിൽ അത് ഈ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് എന്നുള്ള കാര്യമാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പത്മജയുടെ വാക്കുകൾ ഓരോന്നും തന്നെ KPCC നേതൃത്വത്തിനുള്ള ചാട്ടുളി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന അന്തചിത്രം അത് തുറന്നു കാട്ടുകയാണ് പത്മജ വേണുഗോപാൽ ചെയ്തിരിക്കുന്നത്. ഉമേഷ്, സദോവൻ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ കോൺഗ്രസ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അടിയാണ് കേരളത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ ഈ BJP പ്രവേശനം. എത്രത്തോളം രാഷ്ട്രീയമായി ന്യായീകരിക്കാൻ നോക്കിയാലും അത് കോൺഗ്രസ് നൽകുന്ന ആഘാതം അത് ചെറുതല്ല. അതിൻ്റെ പ്രധാന കാരണം തകോൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസിന് രൂപം നൽകിയത് അതിൻ്റെ കെട്ടുറപ്പിന് അടിക്കലിട്ട ആളുകളുടെ കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൊഴിഞ്ഞുപോക്ക്. അത് പലരേക്കും ആ സംശയത്തിന് നിലയിലൊക്കെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളായി ഉയർന്നിട്ടുണ്ട്. എപ്പോഴാകും പത്മജയുടെ ഔദ്യോഗിക രാഷ്ട്രീയ BJP പ്രവേശനം എന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് പത്മജ വന്നത്. കോൺഗ്രസിന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുവാൻ നേതൃത്വം നൽകിയ കെ കരുണാകരൻ, ഒപ്പം തന്നെ UDF എന്ന് പറയുന്ന സംവിധാനം, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് UDF എന്ന് പറയുന്ന സംവിധാനം, ആ UDFന്റെ തലതൊട്ടപ്പനാണ് കെ കരുണാകരൻ. ആ കെ കരുണാകരന്റെ മകൾ, അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് പത്മജ BJPയിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം ഏറെ ശ്രദ്ധേയമാണ്. ഈ പത്മജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയ സ്വാധീനം കേരളത്തിലുള്ള വ്യക്തിയാണ്. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിലുള്ള ഗുണം BJPക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് അത് വോട്ട് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വലിയ പത്മജയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരുന്നു അവർ ഏറെ നാൾ പ്രവർത്തിച്ചത്. തൃശ്ശൂരിൽ നിന്നുമാണ് അവർ മത്സരരംഗത്ത് തൃശ്ശൂരിൽ അവർ പരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ അവിടെ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും അവിടെ വ്യക്തമായ ഒരു അടിവേര് പത്മജ വേണുഗോപാലിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല BJP പ്രവേശനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവർ BJPയിലേക്ക് ഔദ്യോഗികമായ അംഗത്വം എടുത്തുകൊണ്ട് രംഗത്ത് വരും. പിന്നീടുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പത്മജയുടെ ചുമതലയടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അതിനായി ഇനിയും കൂടുതൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏതായാലും പത്മജ ഈ BJPയിലേക്ക് ഔദ്യോഗികമായി അംഗത്വം എടുത്താൽ ഉടനെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും നിലവിൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പോലും എല്ലാ തരത്തിലും അനുകൂലമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ പത്മജ കൂടി തൃശ്ശൂരിൽ പ്രചരണ രംഗത്തേക്ക് സുരേഷ് ഗോപിക്കായി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അത് BJPക്ക് തൃശ്ശൂരിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പാർലമെന്റിലേക്ക് വരുവാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉമേഷ്, നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.